കൊടുങ്ങല്ലൂരിൽ വയോധികൻ വാഹനമിടിച്ച് മരിച്ചതിൽ SHO അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം റൂറൽ SP നൽകിയ ശുപാർശ ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ അംഗീകരിച്ചതോടെയാണ് ഉത്തരവിറങ്ങിയത്. അനിൽകുമാർ ഒളിവിൽ തുടരുകയാണ്. വയോധികനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ ഗുരുതരമായ വീഴ്ച അനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ബംഗളൂരുവിൽ മറ്റൊരു കേസിൽ പ്രതിയെ അന്വേഷിച്ചു പോയ അനിൽകുമാർ തിരിച്ചെത്തിയെങ്കിലും സ്റ്റേഷനിലോ SP ഓഫീസിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടമുണ്ടായ ശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതെ പോയതും പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നതും ഗുരുതര കുറ്റമാണെന്ന് FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ മാസം 7-ന് പുലർച്ചെയോടെ അനിൽകുമാർ ഓടിച്ച വാഹനം ചേണിക്കുഴി സ്വദേശി രാജനെ ഇടിച്ചിട്ട് കടന്നുകളയുകയായിരുന്നു. പരിക്കേറ്റ് 1 മണിക്കൂറോളം റോഡിൽ കിടന്ന രാജനെ പോലീസെത്തി കേശവപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.